Friends, so we are going to see part 2 of our IND AS 2 summary on inventories. അല്ലേ, part 1 നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തത്? We learned about the definition of inventory. Okay, then we learned what is the scope of IND AS 2, എന്തൊക്കെ included ആണ്, എന്തൊക്കെ included അല്ല. Okay, the third thing we learned about the valuation principles. Okay, we saw that it has to be valued at cost or net realizable value, whichever is lower. Then we were learning about the cost. അതിൽ തന്നെ the basics of cost. എന്തൊക്കെയാണ് കോസ്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് കോസ്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്യാത്ത, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇതും നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ ഹിയർ വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഇസ് ഹൗ ടു ഡിറ്റർമിൻ ദി കോസ്റ്റ്. ഓക്കെ, ആസ് പെർ IND AS 2 എങ്ങനെയാണ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, നൗ ഇവിടെ I will have to explain the difference between valuation principle versus cost formula. Okay, പലപ്പോഴും പല കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ്. ഇഫ് സംബഡി ആസ്ക് വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഫോർ ഇൻവെൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they will say that any inventory is to be valued as per FIFO or weighted average. പലരും പറയുന്നതാണ്. ഇപ്പോൾ if I ask the same questions to you people, you also at least some of you might be telling that okay, valuation inventory is to be valued at FIFO or weighted average. Similarly, if I ask to some students, I used to ask what do you mean by inventory value എന്നുള്ള cost formula എന്താ, generally use ചെയ്യുന്ന cost formula. They say that it is lower of cost formula അല്ലേ. അപ്പോൾ lower of cost or NRV. ഓക്കെ, അപ്പോൾ ഫോർമുല എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇതാണ് ഫോർമുല. കാരണം അവിടെ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിച്ച് അത് NRV ആയിട്ട് കമ്പയർ ചെയ്ത് ലോവർ ഏതാണെന്ന് നോക്കുന്നു, അതിൻ്റെ ഡിഫറൻസ് നമ്മൾ റൈറ്റ് ഓഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ്സിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഇതൊരു ഫോർമുല ആണെന്ന് വിചാരിച്ചിട്ട് കോസ്റ്റ് ഫോർമുല ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് നെറ്റ് റിയലൈസ്ഡ് വാല്യൂ എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെൻ യു ടോക്ക് അബൌട്ട് വാല്യുവേഷൻ പ്രിൻസിപ്പിൾ, ദ ഫസ്റ്റ് തിങ് എവരിബഡി സേ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ, ഫസ്റ്റ് FIFO or weighted average. Friends, I want to clarify it. This is not the valuation principle. Same way, this is not the cost formula. It is the reverse. When you talk about valuation principles, what is valuation principles? Valuation principles is what we call as lower of cost or net realizable value. അതാണ് വാല്യൂവേഷൻ പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഒന്നുകിൽ കോസ്റ്റിൽ അല്ലെങ്കിൽ നെറ്റ് റിയലൈസ്ഡ് വാല്യൂ, ഇതിലേതാണോ ലോവർ അതിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് കോസ്റ്റ് ഫോർമുല? ഈ കോസ്റ്റ് ഫോർമുലയിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഈ വെയ്റ്റഡ് ആവറേജ് എന്ന് വരുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണെങ്കിൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇത് വരുന്നത് ഏതില്ല? കോസ്റ്റ് ഫോർമുലയിലാണ്. ഫ്രണ്ട്സ്, ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ ടു യു. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നൗ ഫ്രണ്ട്സ്, one more aspect I want to make it very clear. Okay, let's see what is that. Okay, generally when I talk about cost formula, ഈ കോസ്റ്റ് ഫോർമുല എന്ന് കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ പലപ്പോഴും I used to ask which is the cost formula that you know. People say that cost formula is nothing but FIFO അല്ലെങ്കിൽ weighted average. Okay, അല്ലെങ്കിൽ ഏതാണ്? LIFO. And I will ask you, LIFO, can we use LIFO? So most of the students say, no sir, we can't use LIFO, not permitted. Okay, ഇത് ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് many students feel that കോസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either FIFO അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് എന്നാണ്. Students, I want to make it very clear, cost formula is not just your first in first out or weighted average or LIFO. There are many other cost formulas also. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വെൻ വി ടോക്ക് അബൌട്ട് കോസ്റ്റ് ഫോർമുല, ഓക്കെ, when we talk about cost formula, the cost formula, at least we have 4 types of cost formula.
അറ്റ്ലീസ്റ്റ് 4 തരത്തിലുള്ള കോസ്റ്റ് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഈ 4 തരത്തിലുള്ള കോസ്റ്റ് ഫോർമുലാസിൽ ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അത് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇൻവെൻട്രി. സോ കോസ്റ്റ് ഫോർമുല ഈസ് സെലക്റ്റഡ് based on the nature of inventory. എന്താണ് ഈ നേച്ചർ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത്? ഇൻവെൻട്രീനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഫോർ ദിസ് തിങ്. വൺ ഇസ് വെദർ ദി ഇൻവെൻട്രി ഈസ് ഇന്റർചേഞ്ചബിൾ. Inventory comprises of interchangeable items. Next, non-interchangeable items. Okay. Next, standard items plus low value. Next, retail items, retail sale units. Okay, I will come to these two later, but here we have to understand what is interchangeable item, what is non-interchangeable item. Okay, എന്താണ് interchangeable item എന്ന് പറയുന്നത്? Interchangeable item എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് യു ആർ സെല്ലിംഗ് ലാപ്ടോപ്പ് സെല്ല് ചെയ്യാണ്. ലെറ്റ്സ് സേ യു ഹാവ് 3 മോഡൽസ്, M1, M2, M3. Okay, M1 you have 500 units, M2 you have 1000 units, and M3 you have 300 units. Total you have 1800 units of laptop. Now suppose I am coming to purchase one laptop from you. What will you ask me? Sir, ഇതിൽ ഏത് മോഡൽ വേണം? I told you M2. M2ൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്? 1000 യൂണിറ്റ്സ് ഉണ്ട്. ഈ 1000 യൂണിറ്റ്സിൽ ഏത് വേണമെങ്കിലും എനിക്ക് എടുത്തു തരാം. ഈ 1000 എണ്ണത്തിൽ യു ക്യാൻ ഗിവ് വൺ. ദ ഫസ്റ്റ് ആദ്യം ഇരിക്കുന്ന ലാപ്ടോപ്പ് എടുത്തു തരാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗോഡൗണിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് എടുക്കാം, അതല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ലാപ്ടോപ്പ് എടുക്കാം. ഏത് എടുത്താലും ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം. സോ ദി യൂണിറ്റ്സ് ആർ ഇൻ്റർചേഞ്ചബിൾ. ഈ 1000 എണ്ണത്തിൽ ഏതെടുത്താലും കുഴപ്പമില്ല, ഇൻ്റർചേഞ്ചബിൾ. I hope that is clear. Okay, so just understand this definition to understand the meaning of interchangeable items. ഇനി നോൺ ഇൻ്റർചേഞ്ചബിൾ ഐറ്റംസ് എന്താ? നോൺ ഇൻ്റർചേഞ്ചബിൾ ഐറ്റംസ്. ഓക്കെ, നിങ്ങൾ ഒരു ലെറ്റ്സ് സേ യു ആർ ഗോയിങ് ടു എ വില്ല പ്രോജക്റ്റ്. ഓക്കെ, ഐ എം ഗിവിങ് യു ആൻ എക്സാമ്പിൾ. വില്ല പ്രോജക്റ്റ്. ഒരു വില്ല പ്രോജക്റ്റിൽ വില്ല വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ദിസ് ഈസ് ദ പ്ലോട്ട്. ഈ പ്ലോട്ടിനെ നിങ്ങൾ ഒരു 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഇസ് 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ ഇവിടെ യു ഹാവ് 1000 സ്ക്വയർ ഫീറ്റ്, ഇവിടെ 1000 സ്ക്വയർ ഫീറ്റ്, ഇവിടെ 2000 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ദിസ് ഇസ് ലെറ്റ്സ് സേ 1500, this is also 1500, this is 2000, this is 2000, and this is 1800. Okay, now you are going and you are purchasing, you want to purchase either one of ഇവിടെ എത്ര 1 2 3 4 5 6 7 8, let's say 2 കൂടി. This is 3000 and this is 3000. 10 villas you are having. ഇതിൽ നിങ്ങൾക്ക് you went through all the 10 villas and you like this villa. ഈ വില്ലയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വില്ല, ഇവിടെയുള്ള ഈ വില്ലയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. സോ യു പെയ്ഡ്, ഇറ്റ്സ് പ്രൈസ് വാസ് ലെറ്റ്സ് സേ 2 CR and you paid the price and they said the handing over will happen after 1 year. 1 year കഴിഞ്ഞ് നിങ്ങൾ വില്ല പൊസഷൻ എടുക്കാൻ വരുന്ന സമയത്ത് will it be okay if your villa builder says that okay sir you booked for 2000 square feet villa, you booked for 2000 square feet villa, we are going to allot 2000 square feet villa which is this one. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത ആ സ്പെസിഫിക് ആയിട്ടുള്ള വില്ല അല്ല, വേറൊരു വില്ലയാണ് നിങ്ങൾക്ക് തരുന്നത്. Is that okay? Is that okay? Will you be okay with that? No. You need this specific villa itself. You can't interchange it. Such type of inventories are what is known as non-interchangeable items.
I hope that is very clear. കസ്റ്റമർ വന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നോൺ ഇൻ്റർചേഞ്ചബിൾ എന്ന് പറയുന്നത്. വേർ ഇസ് ദ കസ്റ്റമർ കംസ് ആൻഡ് ബൈ എനി മൊബൈൽ, ഓക്കെ, ദർ ഇസ് എൻ ആപ്പിൾ 16 വിച്ച് ഈസ് ലോഞ്ച്ഡ്. നിങ്ങൾ കടയിൽ പോയി എനിക്ക് ആ ഇരിക്കുന്ന ആപ്പിൾ 16 തന്നെ വേണമെന്ന് പറയോ? ഇല്ല. നിങ്ങൾ ഡിസ്പ്ലേ ഒരു ആപ്പിൾ 16 കണ്ടു, അവരെന്താ ചെയ്യുക? അവർ പോയി അവരുടെ ഗോഡൗണിൽ നിന്ന് ഒരു ആപ്പിൾ 16 എടുത്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇൻ്റർചേഞ്ചബിൾ. ബട്ട് വില്ലയിൽ അത് പറ്റില്ല, നോൺ ഇൻ്റർചേഞ്ചബിൾ. സോ ഇഫ് ഇറ്റ് ഈസ് എ non-interchangeable inventory, then how do you value this inventory? You have to value it at specific cost. ആ ഒരു പ്രൊഡക്റ്റിന് വന്നേക്കുന്ന സ്പെസിഫിക് കോസ്റ്റ്, ആ വില്ലയ്ക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത വില്ല, ആ വില്ലയുടെ കോസ്റ്റ് എന്താണോ ആക്ച്വൽ കോസ്റ്റ്, അതിൻ്റെ ലാൻഡിൻ്റെ എക്സ്റ്റെൻറ്റും ആകാം, സ്ക്വയർ ഫീറ്റ് ഈക്വൽ ആയതുകൊണ്ട് മാത്രം പോരാ, ചിലപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെ ലാൻഡിൻ്റെ വിലയിലും ആകാം. അത് ചിലപ്പോൾ മുന്നിലുള്ളതായിരിക്കും, പിന്നിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് കോസ്റ്റ് വിൽ ബി ഹയർ. ഓക്കെ, വാട്ട് എവർ ബി, okay, it will be specific cost. We call it as specific identification method. Specific identification method. So in this case the cost of that item has to be specifically measured or identified, and it has to be valued accordingly at exact cost. അത് ബിൽഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് കോസ്റ്റ് വന്നോ അതിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ അത് വാല്യൂ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഫോർ നോൺ ഇൻ്റർചേഞ്ചബിൾ ഐറ്റംസ്. Now for interchangeable items, ഈ ഇൻ്റർചേഞ്ചബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു M2 മോഡൽ ലാപ്ടോപ്പ്, യു ഹാവ് 500 യൂണിറ്റ്സ്. ഈ 500 യൂണിറ്റ്സിൽ ചിലപ്പോൾ ആ 100 യൂണിറ്റ്സ് വന്നിരിക്കുന്നത് 1 month ബാക്ക് ആയിരിക്കാം. ഇതിൽ 300 യൂണിറ്റ്സ് വന്നിരിക്കുന്നത് യെസ്റ്റർഡേ ആയിരിക്കാം, 1 day ബാക്ക്. ആൻഡ് ദ റിമൈനിങ് 100 യൂണിറ്റ്സ് വുഡ് ഹാവ് കം 3 months back. And all these are having same price. It is priced at, let's say, it is priced at 10,000 rupees per unit. Okay, and I told you, you don't mind whether you get 1 month day prior, 1 day prior, 3 months prior. 3 മാസം മുമ്പ് അവർക്ക് വന്നേക്കുന്ന മൊബൈൽ ആണെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ you will buy it. Okay, ഇതിൽ ചിലപ്പോൾ 1 മാസം മുമ്പ് അവർക്ക് വന്നപ്പോൾ its cost to them maybe at 7,500 rupees. Here it could be 7,600. Okay, here 3 months back it may be 7,300. വ്യത്യാസം ഉണ്ടാവും, കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തു കൊടുക്കും, അല്ലേ? ഇൻ്റർചേഞ്ചബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരെണ്ണം ഇതിൽ നിന്ന് നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 499 യൂണിറ്റ്സ്, ഈ 499 യൂണിറ്റ്സ് ഏത് വാല്യൂവിലാണ് വാല്യൂ ചെയ്യുക? ഇതിൻ്റെ എക്സാക്റ്റ് അതാത് വാല്യൂ വെച്ചിട്ടാണോ? അല്ല. ഫോർ ദിസ് ദേ പെർമിറ്റ് യു ടു യൂസ് either first in first out method, first in first out method, or you are permitted to use what? Weighted average cost method. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈവൻ ദോ യു മൈറ്റ് ബി ഗിവിങ് ഇറ്റ് ഫ്രം ഇന്നലെ വന്ന ആ 300 എണ്ണം അവിടെ ഇരിക്കേണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ഒരു പീസ് എടുത്തിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. But for costing purposes, you will presume that it is solved from the first unit which you received. First unit ഏറ്റവും ആദ്യം റിസീവ് ചെയ്തിരിക്കുന്നത് ഏതാ? 3 മാസം മുമ്പ് വാങ്ങിച്ച 100 യൂണിറ്റ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് 99 യൂണിറ്റ്സ് എന്നുള്ളത്. ഓക്കെ, ദിസ് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ സോഫ്റ്റ്വെയർ ഓർ യു ആർ ഡൂയിങ് ഇറ്റ് ഓൺലി ഫോർ കാൽക്കുലേഷൻ. ചിലപ്പോൾ എടുത്തു കൊടുത്തത് ഇന്നലെ വന്നതായിരിക്കും, അല്ലെങ്കിൽ 1 മാസം മുമ്പ് വന്ന ലോട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ 3 മാസം മുമ്പ് വന്ന ലോട്ടിൽ നിന്നായിരിക്കും. യു ഡോണ്ട് മൈൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ്റർചേഞ്ചബിൾ. Okay, so this method is what is known as interchangeable items valuation, for which you can use either first in first out or weighted average cost method. I hope that is clear. Now quickly I will take you through the next 2 methods. One is standard items. Standard items nu parnja enda? Okay, I am talking about, let's say you are manufacturing let's say pens. പേനയാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ പേന യു മൈറ്റ് ബി മാനുഫാക്ചറിങ് ന്യൂമറസ് ഐറ്റംസ്. ഓക്കെ, ന്യൂമറസ് ഐറ്റംസ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ന്യൂമറസ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും ഒരു പേന മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റിൽ വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല. ദ കോസ്റ്റ് ഈസ് ഗോയിങ് ടു റിമെയിൻ ഓൾമോസ്റ്റ് സ്റ്റാഗ്നൻറ്റ്. ചിലപ്പോൾ ഒരു 10 പൈസ അല്ലെങ്കിൽ ഒരു രൂപ മാക്സിമം വ്യത്യാസം വന്നേക്കാം ഒരു പേനയിൽ, അല്ലേ? Even if it is a costly pen, that is going to be the cost variations. So where the cost variations are going to be insignificant and the number of items is huge to apply
the other two methods, the standards permit you to use the standard cost method. Standard ഐറ്റത്തിന് standard cost മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത് ചിലപ്പോൾ 1 വർഷം മുമ്പായിരിക്കും. ആ 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യു ഹാവ് അറൈവ്ഡ് അറ്റ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഒരു പേന ഉപയോഗിക്കണമെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി പ്ലാസ്റ്റിക്സ് വേണം, അല്ലെങ്കിൽ ഗ്ലാസ് വേണം, അല്ലെങ്കിൽ ഇത് വേണം, അതിൻ്റെ ഇങ്കിന് എത്രയാണ്, നിബിന് എത്രയാണ്, ഇങ്ങനെ നമ്മൾ കോസ്റ്റ് അറൈവ് ചെയ്തിട്ടുണ്ടാവും. സോ യു അറൈവ്ഡ് അറ്റ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലെറ്റ്സ് സേ ₹10 per unit. ഓക്കെ, അടുത്ത 1 വർഷത്തേക്ക് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പേനയ്ക്കും ഈ കോസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് ഇറ്റ്, ഓർ യു ഡോണ്ട് വാണ്ട് ടു റീകമ്പ്യൂട്ട് ഇറ്റ് എവറി നൗ ആൻഡ് ദെൻ. Okay, this is standard cost method. So the condition for opting standard cost method is that the cost should more or less remain same. Significant ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവാൻ പാടില്ല. Now what is next? Retail sale method. Okay, retail method. ഈ retail method എന്ന് പറഞ്ഞാൽ എന്താ? Suppose you assume you take a case of a stationery shop. Stationery shop ഒന്ന് ആലോചിച്ച് നോക്കുക. Okay, ഈ stationery ഷോപ്പിൽ you might be having 1000 items, ചെറുതും വലുതുമായിട്ട് 1000 items ഉണ്ടാവും. ഈ 1000 ഐറ്റത്തിൻ്റെയും നിങ്ങൾ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണോ? ഈ FIFO LIFO വെച്ച് ചെയ്യാനായിട്ട് പോസിബിൾ ആണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് നമ്പേഴ്സ് ആർ റാപ്പിഡ്ലി ചേഞ്ചിങ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു അഡോപ്റ്റ് എനി ഓഫ് ദി അതർ മെത്തേഡ്സ്, ഓർ ഇഫ് യു വാണ്ട് ടു അപ്ലൈ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ടീഡിയസ് പ്രോസസ്. സോ ദ സ്റ്റാൻഡേർഡ് സേസ് ദാറ്റ് ഇൻ ദോസ് ഐറ്റംസ്, റീറ്റെയിൽ ഷോപ്പുകളിലാണ് ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ദേ സേ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു യൂസ് എനി ഓഫ് ദീസ് മെത്തേഡ്സ്, റാദർ യു ക്യാൻ സിംപ്ലി ടേക്ക് വാട്ട് ഈസ് ദി നെറ്റ് സെല്ലിംഗ് പ്രൈസ്. എന്താണ് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് എടുക്കുക. ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നിങ്ങളുടെ റീറ്റെയിൽ മാർജിൻ ഒരു സ്റ്റാൻഡേർഡ് മാർജിൻ ആയിരിക്കും, 5% എന്നോ അല്ലെങ്കിൽ 10% എന്നോ, അതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് നിങ്ങളുടെ റീറ്റെയിൽ കോസ്റ്റ്. ഓക്കെ, നെറ്റ് സെല്ലിംഗ് പ്രൈസ്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് എനി സെയിൽസ് കോസ്റ്റ് ടു സെൽ. ഇപ്പോൾ വല്ല കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക. അത് റെഡ്യൂസ് ചെയ്ത ശേഷം കിട്ടുന്നതിനാണ് നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഫ്രം ദിസ് യു ഹാവ് ടു റെഡ്യൂസ് യുവർ margin. Margin maybe you may be looking for 10% margin on all the items. So you reduce that margin. The remaining is what you have the retail cost, and this will be valued at retail cost. So friends, these are the major methods that can be adopted for the purpose of determining the cost of inventories. Now quickly I will take one more concept, that is net realizable value or NRV. എന്താണ് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ NRV? അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, അഗെയിൻ NRV ഈസ് ദി എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഇറ്റ് ഈസ് ദി എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് ഇൻ ദി ഓർഡിനറി കോഴ്സ്. ഇൻ ദി ഓർഡിനറി കോഴ്സ് നിങ്ങൾ പ്രൊഡക്റ്റ് ഓഫ് സീസണിൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് കൂട്ടി വിൽക്കും. അതല്ല നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഷോറൂം ക്ലോസ് ചെയ്യാൻ പോകുന്നു, യു മൈറ്റ് ബി സെല്ലിംഗ് അറ്റ് എ ഹയർ ഡിസ്കൗണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഓക്കെ, ദ സെല്ലിംഗ് പ്രൈസ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ലെസ് വാട്ട്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. ഇത് ആർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് നിങ്ങൾ NRV കണ്ടുപിടിക്കുന്നതെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു എസ്റ്റിമേറ്റ് വാട്ട് ഈസ് ദ കോസ്റ്റ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഇൻകർ ടു കംപ്ലീറ്റ് ദാറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അത് കുറയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് എന്തും കുറയ്ക്കണം? ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു സെൽ ഓർ കോസ്റ്റ് ടു മേക്ക് ദ സെയിൽ. കോസ്റ്റ് ടു മേക്ക് ദി സെയിൽ. ഓക്കെ, so this is this less this less this. The net amount is what we call as net realizable value or NRV. I hope this is clear to you. So this is the gist of IND AS to valuation of inventory. Okay, I hope this is helpful for you. Thank you.